ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എന്തൊക്കെ പഠിച്ചു? നമ്മൾ മഹാഭാരതത്തിനെ പറ്റി പറഞ്ഞു, കുട്ടിക്കൃഷ്ണമാരാരെ പറ്റി പറഞ്ഞു, കുരുക്ഷേത്ര യുദ്ധത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ? കുരുക്ഷേത്ര യുദ്ധം ഉണ്ടാകാനുള്ള സാഹചര്യം ഒന്ന് സൂചിപ്പിച്ചില്ലേ മേഡം? അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ ആരൊക്കെ തമ്മിലാണ് കുരുക്ഷേത്ര യുദ്ധം എന്നുള്ളത് പറഞ്ഞല്ലോ. ആരൊക്കെയാണ്? പാണ്ഡവരും കൗരവരും തമ്മിൽ, അതായത് ജ്യേഷ്ഠന്റെയും അനുജന്റെയും മക്കളാണ് അവര്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഏകദേശം ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ നമുക്കിനി പാഠഭാഗത്തിലേക്ക് കിടക്കാം. ശ്രദ്ധിക്കണേ. ഓക്കെ മക്കളെ, നോക്കിയേ. യുദ്ധത്തിന്റെ പരിണാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആ അവസാനം, അതിനുള്ള മാറ്റം എന്നൊക്കെയാണ് നമുക്ക് അർത്ഥം പറയാൻ പറ്റുന്നത്. കണ്ടോ? പരിമാണം എന്നുള്ളൊരു വാക്കുണ്ട്. അതിന്റെ അർത്ഥം നമുക്ക് അറിയാമോ? പരിമാണം എന്ന് വെച്ചാൽ മാറ്റം എന്നാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആ പരിണാമം, അവസാനം. ഈ ഒരു വാക്ക് വെച്ചിട്ട് മാറ്റം എന്നുള്ള അർത്ഥവും ഉണ്ട്, ഈ പരിണാമം എന്നുള്ള വാക്കിന് മാറ്റം എന്നുള്ള അർത്ഥം ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ പാഠപുസ്തകത്തിൽ ഈ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേന് എന്താണ്? ആ അവസാനം എന്നുള്ളതാണ് അർത്ഥം എടുക്കേണ്ടത്. അപ്പോൾ യുദ്ധത്തിന്റെ പരിണാമം. പരിമാണം എന്താണെന്ന് ഞാൻ പറഞ്ഞത്, അർത്ഥം പറഞ്ഞത് അളവ്. പരിമാണം അളവാണ്. ഓക്കെ മക്കളെ, ശ്രദ്ധിച്ച് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഭാരത യുദ്ധം തുടങ്ങുമ്പോൾ രണ്ട് ചേരിക്കാരും തമ്മിൽ ചെയ്ത കരാർ ഇപ്രകാരമായിരുന്നു. ആരൊക്കെയാണ് ആ രണ്ട് ചേരിക്കാരും? ഞാൻ പറഞ്ഞു ആരൊക്കെയാണ്? നമ്മുടെ കൗരവരും പാണ്ഡവരും. ഓക്കെ, അപ്പോഴെന്താണ്? ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഭാരത യുദ്ധം. ധർമ്മക്ഷേത്രം, ധർമ്മത്തിനാണ് അവിടെ പ്രാധാന്യമുള്ളത്. ധർമ്മം ഏതാണ്? നല്ല ഒരു ധർമ്മം ഉണ്ടല്ലോ, അതാണ്. നോക്കിയേ മക്കളെ, രണ്ട് ചേരിക്കാരും തമ്മിൽ ചെയ്ത കരാർ ഇപ്രകാരമായിരുന്നു. അവരാ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് കൂട്ടരും തമ്മിൽ ഒരു കരാർ, ഒരു ഉടമ്പടി വെച്ചു. കരാർ ഇപ്രകാരമായിരുന്നു: യുദ്ധം നടക്കാത്ത സമയങ്ങളിൽ ഇരു കക്ഷികളും പണ്ടേ പോലെ പരസ്പര പ്രീതിയോടെ വർത്തിക്കണം. എന്താണ്? യുദ്ധം നടക്കാത്ത സമയത്ത്, അതായത് നേരം പുലർന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും യുദ്ധം ആ ദിവസത്തെ അവസാനിക്കുമല്ലോ. അപ്പോഴെന്താണ്? ആ നടക്കാത്ത സമയത്ത്, ആ യുദ്ധം നടക്കാത്ത വെച്ചാൽ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സമയമാണെങ്കിലും യുദ്ധം അവസാനിച്ചതിന് ശേഷമുള്ള സമയത്താണെങ്കിലും എന്താണ്? ഇരു കക്ഷികളും പണ്ടേ പോലെ പരസ്പര പ്രീതിയോടെ വർത്തിക്കണം. വർത്തിക്കുക എന്ന് വെച്ചാൽ പ്രവർത്തിക്കണം, പെരുമാറണം. അപ്പോൾ യുദ്ധം തുടങ്ങുന്ന സമയത്ത് മാത്രമേ ശത്രുതയുള്ളൂ. അതിനുശേഷമോ അതിനു മുമ്പോ അവർ തമ്മിൽ യാതൊരു ശത്രുതയും പാടില്ല. യുദ്ധം തുടങ്ങിയാൽ ഗജാശ്വ രഥങ്ങളിൽ ഇരിക്കുന്നവർ, നോക്കിയ വാക്ക് ഗജാശ്വാര രഥങ്ങളിൽ, ഗജം, അശ്വം, രഥം, മൂന്ന് കാര്യം കൂടി ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. നോക്കിയ ഗജാശ്വര രഥങ്ങളിൽ ഇരിക്കുന്നവർ, ഗജാശ്വര രഥങ്ങളിൽ ഗജം, അശ്വം, രഥം, ആന, കുതിര, രഥം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു എന്തൊക്കെ അക്ഷോഹിണി പറഞ്ഞു തന്നില്ലേ? അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളതെന്നുള്ള കാര്യം ഞാൻ വേണം പറഞ്ഞു തന്നില്ലേ? അതാണ് ആ ഗജവും അശ്വവും രഥവും മുതലായവ ഇരിക്കുന്നവർ. അതായത് ആനപ്പുറത്തിരിക്കുന്ന ആളിന്റെ കൂടെ എതിരിടാൻ പാടുള്ളൂ. കുതിരയിലുള്ള ആളുകളാണെങ്കിലോ കുതിരപ്പുറത്തിരിക്കുന്ന ആളുകളിലൂടെ മാത്രമേ യുദ്ധത്തിൽ എതിരിടാൻ പാടുള്ളൂ. രഥത്തിലുള്ള ആളുകളാണെങ്കിലോ തിരിച്ച് ശത്രുപക്ഷത്തുള്ള രഥത്തിലിരിക്കുന്ന ആളുകളിലൂടെ മാത്രമേ എതിരിടാൻ പാടുള്ളൂ. അങ്ങനെ കുറെ രീതികളുണ്ടല്ലോ. ആ നിലയിൽ ഗജാശ്വര രഥങ്ങളിൽ ഇരിക്കുന്നവർ ആ നിലയിലുള്ളവരോടെ എതിർക്കാവൂ. കാലാളോട്, കാലാൾപ്പടയുണ്ടല്ലോ, അതിന്റെ ഒരു 5 ഇരട്ടിയായിട്ടുള്ള കാലാൾപ്പട എന്ന് പറഞ്ഞില്ലേ? ആ കാലാൾപ്പടയോടെ കൂടെ മാത്രമേ എതിർക്കാവൂ. അണി വിട്ടുപോയവനെ കൊല്ലരുത്. അണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കൂട്ടമുണ്ടല്ലോ, ഈ യുദ്ധത്തിന്റെ സന്നാഹങ്ങളുടെ ആ ഒരു കൂട്ടം. അണി വിട്ടുപോയവനെ കൊല്ലരുത്. അപ്പൊ അതിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞ് മാറിപ്പോയാൽ അവരെ ചെന്ന് ആക്രമിച്ച് കൊല്ലരുത്. വയോവീര്യോത്സാഹങ്ങളിൽ കിടനിൽക്കുന്നവരോട് പറഞ്ഞറിയിച്ചിട്ടേ നേർക്കാവും. എന്താണ് വയോവീര്യോത്സാഹങ്ങളിൽ? വയസ്സ്, വീര്യം, ഉത്സാഹം, അങ്ങനെ എന്താണ്?
അതിൽ കിടനിൽക്കുന്നവരോട് കിടനിൽക്കുന്ന ആളുകളോട് എന്താണ് പറഞ്ഞറിയിച്ചിട്ട് മാത്രമേ നേർക്കാവൂ, യുദ്ധം ചെയ്യാവൂ. അപ്പോഴെന്താണ് ആ വയസ്സിലും വീര്യത്തിലും ഉത്സാഹത്തിലും എല്ലാം അങ്ങനെ മുൻപിൽ നിൽക്കുന്നവരാണെങ്കിലും പിൻപിൽ നിൽക്കുന്നവരാണെങ്കിലും അവരെ അറിയിച്ചതിന് ശേഷം മാത്രമേ അവരോട് യുദ്ധത്തിന് പുറപ്പെടാവൂ. ഓർക്കാതെയും ക്ഷീണിച്ചും ഇരിക്കുന്നവരോട് അരുത്. എന്താണ് ഇപ്പം എന്തെങ്കിലും ആലോചിച്ചിങ്ങനെ ഇരിക്കുന്നതായിരിക്കും, യുദ്ധം നടക്കുവാണെന്നല്ലോ എന്തെങ്കിലും ചിന്തിച്ചിരിക്കുന്ന ആളുകളെ ചെന്ന് ഒരിക്കലും കീഴ്പ്പെടുത്തരുത്. അതുപോലെ തന്നെ എന്താണ് ആ ക്ഷീണിച്ചിരിക്കുന്ന യുദ്ധം ചെയ്ത് ക്ഷീണിച്ച് വിശ്രമിക്കാൻ ചെന്നിരിക്കുന്ന ആളുകളെയും ഒരു കാരണവശാൽ അവരുടെ നേരെയും യുദ്ധം ചെയ്യരുത്. അപ്പോൾ ഇവർ രണ്ട് കൂട്ടരും കൂടി എടുക്കുന്ന ആ എന്താണ് പറയുന്നത്, അവർ തമ്മിൽ എടുക്കുന്ന ഒരു കണ്ടീഷനാണ് ഇതെല്ലാം. പിന്നീട് എന്താണ് മറ്റൊരാളോട് നേരിടുന്നവനെ, വേറൊരാളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളിനെ അതിൻ്റെ ഇടയിൽ കൂടെ ചെന്ന് നമ്മൾ അമ്പയ്യൊന്നും ചെയ്യരുത്. മറ്റൊരാളോട് നേരിടുന്നവനെ, പ്രമാദം പറ്റിയവനെ, പ്രമാദം എന്ന് വെച്ചാൽ നമുക്ക് പിശക് പറ്റിയവനെ, തെറ്റ് പറ്റിയ ആളിനെ, ആ തെറ്റ് പറ്റിയവനെ, പിന്തിരിഞ്ഞവനെ, അപ്പോഴും യുദ്ധം മതിയാക്കി അതിൽ നിന്ന് തിരിഞ്ഞു പോയ ആളിനെ, പിന്തിരിഞ്ഞവനെ, ഒന്നും ഒരു വിധവും മക്കളെ പിന്തിരിഞ്ഞവനെ, ആയുധം തീർന്നവനെ. അപ്പോഴമ്പെയ്യുന്ന കയ്യിലുള്ള അമ്പ് തീർന്നു പോയ, ആയുധം തീർന്ന ആളാണെങ്കിൽ തന്നെ എന്താണ് അവരെയൊന്നും കവചം പോയവനെ, ആ പടച്ചട്ട നഷ്ടപ്പെട്ടു പോയ കവചം പോയ ആളിനെ, അങ്ങനെയുള്ള ആളുകളെ ഒന്നും കവചം പോയതിനെ ഒന്നും ഒരു വിധവും കൊല്ലരുത്. മനസ്സിലായോ? എന്തൊക്കെയാണ് മനസ്സിലായി? എന്താണ് എന്തെങ്കിലും ആലോചിച്ചിരിക്കുന്ന ആളുകളെ ആണെങ്കിലോ, ക്ഷീണിച്ചിരിക്കുന്ന ആളുകളെ ആണെങ്കിലോ, യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞ് മാറിയിരിക്കുന്ന ആളുകളെ ആണെങ്കിലോ, ആയുധം കയ്യിലില്ലാത്ത ആളുകളെയോ, പടച്ചട്ട ഇട്ടിട്ടില്ലാത്ത ആളുകളെയോ അങ്ങനെ എന്താണ് അവരെയൊന്നും ഒരു വിധത്തിലും കൊല്ലരുത്, അവരുടെ ഒന്നും കൂടെ യുദ്ധത്തിന് പോകരുത്. സൂതന്മാർ, കുതിരകൾ, ആയുധ ചുമടുകാർ, വാദ്യക്കാർ എന്നിവരെയൊന്നും ഉപദ്രവിക്കരുത്. പിന്നീട് പറയുന്നുണ്ട് എന്താണ് സൂതന്മാർ. സൂതന്മാർ എന്ന് പറയുന്ന അറിയന്മാരാണ് നമ്മളുടെ കുതിരവണ്ടി തെളിക്കുന്ന ആളുകളില്ലേ, തേരാളി, തേര് തെളിക്കും, കുതിരവണ്ടി തേര് തെളിക്കുന്ന ആൾക്കാർ. നമ്മുടെ കർണനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, നമ്മുടെ കുന്തിദേവിയുടെ സൂര്യഭഗവാനുണ്ടായ പുത്രൻ കർണൻ. അതിനെ പിന്നീട് പറയാന്ന് പറഞ്ഞപ്പോ ഈ സൂതന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ, എന്താണ് നമ്മളെ കർണനെ ഒരു കൊട്ടയ്ക്കകത്ത് ഒഴുക്കി വിടുന്നില്ലേ, അപ്പോൾ ഒരു സൂതനാണ്, ഒരു തേരാളിയാണ് കർണനെ കൊണ്ടുപോയി വളർത്തുന്നത്. ഇവിടെ സൂതന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് മേഡം അത് പറഞ്ഞു തന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കർണനെ സൂതപുത്രനായിട്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഇത് പഠിക്കാം. നോക്കിക്കേ മക്കളെ, സൂതന്മാർ, കുതിരകൾ, ആയുധ ചുമടുകാർ, വാദ്യക്കാർ എന്നിവരെയും ഉപദ്രവിക്കരുത്. ചുരുക്കത്തിൽ എതിരാളിയുടെ കുറവ് കൊണ്ടല്ല, സ്വന്തം മികവ് കൊണ്ട് തന്നെ ജയിക്കാൻ നോക്കണമെന്നർത്ഥം. കുറ്റമറ്റ ധർമ്മയുദ്ധം. ധർമ്മം എപ്പോഴും ധർമ്മത്തിനാണ് അവിടെ ജയം വരുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു കുറ്റമൊന്നുമില്ലാത്തതായിരിക്കണം ഈ യുദ്ധം. ഏത് യുദ്ധമാണ്? ആ കുരുക്ഷേത്ര യുദ്ധം. മനസ്സിലായോ ആ ഒരു പാരഗ്രാഫ്? ഒന്നും കൂടി ശ്രദ്ധിച്ചേ. ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഭാരത യുദ്ധം തുടങ്ങുമ്പോൾ രണ്ടു ചേരിക്കാരും തമ്മിൽ ചെയ്ത കരാർ ഇപ്രകാരമായിരുന്നു. യുദ്ധം നടക്കാത്ത സമയങ്ങളിൽ ഇരു കക്ഷിയും പണ്ടേ പോലെ പരസ്പര പ്രീതിയോടെ വർത്തിക്കണം. വർത്തിക്കുക എന്ന് വെച്ചാൽ പ്രവർത്തിക്കണം, പെരുമാറണം എന്നൊക്കെയുള്ള അർത്ഥമാണ്. യുദ്ധം തുടങ്ങിയാൽ ഗജാശ്വരഥങ്ങളിൽ ഇരിക്കുന്നവർ ആ നിലയിലുള്ളവരോടെ എതിർക്കാവൂ. കാലാളോടും അണിവിട്ടുപോയവനെ കൊല്ലരുത്. വയോവീര്യോത്സാഹങ്ങളിൽ നിൽക്കുന്നവരോട് പറഞ്ഞറിയിച്ചിട്ടേ നേർക്കാവൂ. ഓർക്കാതെയും ക്ഷീണിച്ചുമിരിക്കുന്നവരോട് അരുത്. മറ്റൊരാളോട് നേരിടുന്നവനെ, പ്രമാദം പറ്റിയവനെ, പ്രമാദം പറ്റിയ വെച്ചാൽ പിശക് പറ്റിയ ആളിനെ, തെറ്റ് പറ്റിയ ആളുകളെയാണ് കേട്ടോ. പ്രമാദം പറ്റിയവനെ, പിന്തിരിഞ്ഞവനെ, ആയുധം തീർന്നവനെ, കവചം പോയവനെ. കവചം എന്താണെന്ന് അറിയാലോ? എന്താണോ നമ്മളുടെ ഈ അമ്പൊക്കെ വന്ന് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിനിമയിലെ ബാഹുബലിയിലൊക്കെ കണ്ടിട്ടില്ലേ? എന്താണ് ഉരുടുപ്പിന്റെ മേളിൽ കൂടെ ഒരു മെറ്റലിന്റെ ഒരു ഓവർകോട്ട് കണക്ക് ഒരു സംഭവമല്ലോ, അതാണ് കവചങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു അമ്പൊന്നും വന്ന് നമ്മുടെ ദേഹത്ത് തറയത്തില്ല. കവചം അറിയാലോ, നിങ്ങളേത് കണ്ടിട്ടില്ലേ? നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? അത് അതാണ്
കവചം. നോക്കിക്കേ കുഞ്ഞുങ്ങളെ, കവചം പോയവനെ ഒന്നും ഒരു വിധവും കൊല്ലരുത്. സൂതന്മാർ, കുതിരകൾ, ആയുധ ചുമട്ടുകാർ, വാദ്യക്കാർ എന്നിവയെയും ഉപദ്രവിക്കരുത്. ചുരുക്കത്തിൽ എതിരാളിയുടെ കുറവ് കൊണ്ടല്ല, സ്വന്തം മികവ് കൊണ്ട് തന്നെ ജയിക്കാൻ നോക്കണമെന്നർത്ഥം. ആ എതിരാളിയുടെ കുറവ് കൊണ്ടല്ല, സ്വന്തം മികവ് കൊണ്ട് തന്നെ ജയിക്കാൻ നോക്കണമെന്ന് അർത്ഥം. കുറ്റമറ്റ ധർമ്മയുദ്ധം. അപ്പോൾ എന്താണ് ധർമ്മയുദ്ധം എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിന്റെ ഉത്തരം എഴുതാൻ അറിയണം കേട്ടോ. ക്ലാസ് അങ്ങ് ശ്രദ്ധിച്ചിരുന്നാൽ മതി മക്കളെ, അപ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ഉത്തരമെല്ലാം എഴുതാൻ പറ്റും. അപ്പൊ മാഡം തരുന്ന ക്വസ്റ്റ്യൻ ആൻസർ മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കാവൂന്നൊന്നും ഇല്ലല്ലോ. വിശാലമായിട്ടുള്ള ഒരു പാഠമാണ്. ഏത് ഭാഗത്തു നിന്നുള്ള ചോദ്യം ചോദിച്ചാലും നമുക്ക് അതിന്റെ ഉത്തരം എഴുതാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഓക്കെ, ബാക്കി നോക്കിയേ നിങ്ങളെ. യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഈ കരാറെല്ലാം ഏറെക്കുറെ പാലിക്കപ്പെട്ടു. എന്താണ് യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ? അപ്പോൾ എത്ര ദിവസം നീണ്ടു നിന്ന യുദ്ധമാണെന്ന് മേഡം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് 18 ദിവസം നീണ്ടു നിന്ന യുദ്ധമാണ്. 18 ദിവസം, അതായത് 2 ആഴ്ച കൂടുതൽ നീണ്ടു നിന്ന യുദ്ധമാണ്. അപ്പോഴെന്താണ്, ആ യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഈ കരാറെല്ലാം ഏറെക്കുറെ പാലിക്കപ്പെട്ടു. പിന്നീട് അതും ഇതുമായി ലംഘിക്കപ്പെട്ടു തുടങ്ങി. പിന്നീട് എന്താണ്, പിന്നീട് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ അത് ലംഘിക്കപ്പെട്ടു തുടങ്ങി, അത് തെറ്റിച്ചു തുടങ്ങി. പാണ്ഡവപക്ഷം എതിർപക്ഷത്തുള്ള മിക്ക മഹാരഥന്മാരെയും വീഴ്ത്തിയതും യുദ്ധധർമ്മത്തിനെതിരായിട്ടാണ്. കണ്ടോ, പാണ്ഡവപക്ഷം എന്താണ്? പാണ്ഡവപക്ഷം എത്ര പേരുണ്ട്? പഞ്ചപാണ്ഡവർ 5 പേർ അല്ലേ? 5 പേര് മാത്രമല്ലല്ലോ, അവർക്ക് അക്ഷോഹിണി സൈന്യവും കൂടെ ഉണ്ട്. അപ്പോഴെന്താണ്, ആ പാണ്ഡവപക്ഷം എതിർപക്ഷത്തുള്ള മിക്ക മഹാരഥന്മാരെയും, മഹാരഥന്മാർ എന്ന് വെച്ചാൽ ഏറ്റവും കഴിവുള്ള ആളുകളാണ്, ആ മഹാരഥന്മാരെ വീഴ്ത്തിയത് യുദ്ധധർമ്മത്തിന് എതിരായിട്ടാണ്. അപ്പോൾ ഈ കള്ളക്കളിയിലൂടെ കളിച്ച് ജയിക്കുവാണ് കേട്ടോ പാണ്ഡവന്മാർ. നോക്കിയ മക്കളെ, ഒടുക്കം ദുര്യോധനനെയും കണ്ടോ, ദുര്യോധനനെ വീഴ്ത്തിയതും അങ്ങനെ തന്നെയാണ്. ദുര്യോധന ആരാണ്? കൗരവരിൽ ഒരാളല്ലേ ദുര്യോധനൻ. കൗരവരിൽ മൂത്ത ആളാണ്. 101 പേരിൽ ഏറ്റവും മൂത്ത ആളാണ് ദുര്യോധനൻ. സുയോധനൻ എന്നും അദ്ദേഹത്തിനെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. നോക്കിക്കേ മക്കളെ, അപ്പോഴെന്താണ്, ആ ദുര്യോധനെ ഈ കള്ളക്കളിയിലൂടാണ് അവര് തോൽപ്പിച്ചത്. അങ്ങനെ വല്ലപാടും വിജയം നേടിയ പാണ്ഡവർ സന്ധ്യയ്ക്ക് ജയാഘോഷത്തോടെ കൂടാരങ്ങളിലേക്ക് തിരിച്ചു. മനസ്സിലായോ? എന്താണ്, ആ യുദ്ധധർമ്മം അനുസരിച്ചല്ല അവര് കുറച്ച് ദിവസത്തിന് ശേഷം യുദ്ധം നടത്തിയത്. യുദ്ധധർമ്മം അനുസരിച്ചല്ല നടത്തിയത്. അപ്പോഴെന്താണ്, ഒന്നും കൂടെ നോക്കിക്കാൻ ഒരു പാരഗ്രാഫ്. യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഈ കരാറെല്ലാം ഏറെക്കുറെ പാലിക്കപ്പെട്ടു. പിന്നീട് അതും ഇതുമായി ലംഘിച്ചു തുടങ്ങി. പാണ്ഡവപക്ഷം എതിർപക്ഷത്തുള്ള മിക്ക മഹാരഥന്മാരെയും വീഴ്ത്തിയത് യുദ്ധധർമ്മത്തിനെതിരായിട്ടാണ്. ഒടുക്കം ദുര്യോധനനെയും. അങ്ങനെ വല്ലപാടും വിജയം നേടിയ പാണ്ഡവർ സന്ധ്യയ്ക്ക് ജയാഘോഷത്തോടെ കൂടാരങ്ങളിലേക്ക് തിരിച്ചു. അപ്പോഴെന്താണ്, ദുര്യോധനയും കള്ളയുദ്ധത്തിലൂടെ പരാജയപ്പെടുത്തിയിട്ട് അപ്പോൾ പാണ്ഡവർ വിജയിച്ചില്ലേ? അപ്പോൾ പാണ്ഡവർ വലിയ ഓരോ ദിവസത്തെ വൈകിട്ടത്തെ കാര്യമാണ് പറയുന്നത്. പാണ്ഡവർ വലിയ ആഘോഷപൂർവ്വം എന്ത് ചെയ്തു? കൂടാരങ്ങളിലേക്ക് തിരിച്ചു. കൂടാരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തല്ല, നമ്മള് ടെന്റ് കെട്ടത്തില്ലേ? ടെന്റ്, നമ്മൾ താൽക്കാലികമായിട്ട് താമസിക്കാനുള്ള സ്ഥലം ടെന്റ്. അപ്പോൾ യുദ്ധക്കളത്തിന് അവർക്ക് താമസിക്കാനും ആഹാരം പാചകം ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങൾ വേറെയുണ്ട്. എല്ലാ ദിവസവും രാവിലെ കൊട്ടാരത്തിൽ നിന്ന് രാവിലെ എനിക്ക് കുളിച്ചൊരുങ്ങിയല്ല യുദ്ധത്തിന് പോകുന്നത്. ആ യുദ്ധത്തിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് ഇവര് താമസ സൗകര്യം എല്ലാം സജ്ജീകരണങ്ങൾ ചെയ്യും. അതാണ് കൂടാരങ്ങൾ കേട്ടോ. അപ്പോൾ കൂടാരങ്ങളിലേക്ക് പോകും. നോക്കിക്കേ, പടക്കളത്തിൽ ദുര്യോധനൻ തുടച്ചതഞ്ഞു വീണ് മേലാകെ മണ്ണു പുരണ്ട് ചുറ്റുപാടും നോക്കിക്കൊണ്ടു കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അയാളെ ഒടുക്കമൊന്ന് കാണാനായി സഞ്ജയൻ അവിടെ വന്നു. ദുര്യോധനൻ പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട് കണ്ണുകളിൽ കോവാശു നിറച്ചുകൊണ്ട് കൈ നിലത്തിട്ടുരച്ചുകൊണ്ട്
പല്ലുറുമിക്കൊണ്ടും പറഞ്ഞു. എന്താണ്? ആരെ കാണാനാണ് ഈ പോകുന്നത്? ദുര്യോധനനാണ്. ദുര്യോധനൻ ആരാണെന്നാ പറഞ്ഞത്? നമ്മുടെ ആ കൗരവപ്പടയിലെ മൂത്ത ആളാണ് ദുര്യോധനൻ. ഉണ്ടോ? ദുര്യോധനൻ പോകുന്നത്. അപ്പോഴാ ദുര്യോധനന്റെ അവസ്ഥ എന്താണ്? ദുര്യോധനൻ തുട ചതഞ്ഞാണ് കിടക്കുന്നത്. ആ തുട ചതഞ്ഞ് കിടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആരാണ് അടിച്ചതെന്ന് അറിയാമോ? ആരാണ്? നമ്മുടെ ഭീമനാണ് ദുര്യോധനന്റെ തുട അടിച്ച് ചതച്ചത്. ദുര്യോധനന് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നില്ലേ മക്കളെ, ദുര്യോധനന്റെ അമ്മ ആരായിരുന്നു? ഗാന്ധാരിയായിരുന്നു. അപ്പൊ ഗാന്ധാരിയുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞത്. ഗാന്ധാരി തന്റെ ഭർത്താവായ ആർക്കാണ്? ആ ധൃതരാഷ്ട്രർക്ക് കണ്ണിന് കാഴ്ച ഇല്ലാത്തത് കൊണ്ട് കല്യാണശേഷം ആരാണ് നമ്മളുടെ ആ ഗാന്ധാരി പട്ടുവസ്ത്രം കൊണ്ട് കണ്ണു മൂടി കെട്ടി. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്താണ്, ഒരിക്കലിങ്ങനെ യുദ്ധം തുടങ്ങാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഗാന്ധാരി 2 പ്രാവശ്യമേ ഈ കണ്ണിലെ കെട്ടഴിക്കുന്നുള്ളൂ. എന്താണ്? യുദ്ധം തുടങ്ങാൻ പോകുന്ന സമയത്ത് തൻ്റെ മോനെ, അതായത് നമ്മുടെ ദുര്യോധനനെ അനുഗ്രഹിക്കാൻ വേണ്ടി ഈ കണ്ണിലെ കെട്ടഴിക്കും. പരീക്ഷ ഒരു പതിവ്രതാരത്നമായിരുന്നു ഗാന്ധാരി. ഭർത്താവേ എന്ന് വെച്ചാൽ എന്തായാലും അദ്ദേഹത്തിന് കണ്ണ് കാണാത്തോണ്ട് ഭാര്യയായ തനിക്ക് കണ്ണ് കാണരുത് എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോഴെന്താണ്, ആ യുദ്ധത്തിന് തൊട്ട് മുമ്പ് തന്റെ പുത്രനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധാരി വിളിക്കുകയാണ്. അപ്പോൾ ഗാന്ധാരി പറയുന്നുണ്ട്, എന്താ പറയുന്നത്? നീ വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ നിന്റെ ദേഹം മൊത്തം എനിക്ക് കാണത്തക്ക രീതിയിൽ വസ്ത്രങ്ങൾ വിവസ്ത്രനായിട്ട് വന്ന് എന്റെ മുമ്പിൽ നിൽക്കണമെന്നാണ് ഗാന്ധാരി ആരോട് പറയുന്നത്? നമ്മുടെ ദുര്യോധനനോട് പറയുന്നത്. അപ്പോഴെന്താണ്? പക്ഷേ ദുര്യോധനൻ എന്താണ്, ഒരു നാണം, അമ്മയുടെ മുമ്പിലാണ്. എന്നാലും വസ്ത്രങ്ങളില്ലാതെ ഞാൻ എങ്ങനെ പോയി അമ്മയുടെ മുമ്പിൽ നഗ്നനായിട്ട് നിൽക്കുന്നത് മോശമല്ലേ? അപ്പോൾ എന്ത് ചെയ്തു ദുര്യോധനൻ? ദുര്യോധനൻ തന്റെ തുട മറച്ചിട്ടാണ് പോയത്. ഒരു ചെറുതായിട്ടൊരു വസ്ത്രം കൊണ്ട് തുട മറച്ചിട്ടാണ് പോയത്. അപ്പോൾ ഗാന്ധാരി വർഷങ്ങൾക്ക് ശേഷം കണ്ണിന്റെ ആ പട്ടഴിച്ച് നോക്കിയപ്പോൾ അതിൽ നിന്ന് രശ്മികളാണ് വന്നത്. എന്ന് അത്രയും ശരീരത്തിലുള്ള ആ ദുര്യോധനന്റെ ശരീരം പ്രൊട്ടക്ട് ചെയ്യുകയാണ്. ശരീരം പ്രൊട്ടക്ട് ചെയ്തു. പക്ഷെ എന്ത് സംഭവിച്ചു? ആ തുട മറച്ചിരുന്നത് കൊണ്ട് തുടയിൽ ആ ഭാഗത്തിന് ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടിയില്ല. അപ്പോഴെന്താണ്, ബാക്കി ഏത് ഭാഗത്താണെങ്കിലും നമ്മുടെ ദുര്യോധനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. എന്തുകൊണ്ടൊക്കെ ആണെങ്കിലും അമ്പ് ചെയ്താലും അമ്പ് തളച്ച് കയറില്ല. അത്രയ്ക്കും ആ ഒരു അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞില്ലേ നമ്മുടെ ദുര്യോധനന്. അപ്പോഴെന്താണ്, നമ്മുടെ യുദ്ധത്തിനിടയ്ക്ക് നമ്മുടെ ഭീമൻ ഗദയും കൊണ്ട് ദുര്യോധനന്റെ തുടയിൽ അടിച്ചു. അപ്പോൾ തുട അദ്ദേഹം മറച്ചിരുന്നത് കൊണ്ടല്ലേ ആ തുടയ്ക്ക് ആ ഒരു രക്ഷാ കവചം കിട്ടാതെ പോയത് അല്ലേ? അങ്ങനെ അദ്ദേഹം ആ തുടയിൽ അടിച്ചാണ് അദ്ദേഹത്തിനെ കൊല്ലുന്നത്. നമ്മുടെ ദുര്യോധനനെ ആരാണ് കൊല്ലുന്നത്? ഭീമൻ തുടയിൽ അടിച്ചാണ് കൊല്ലുന്നത്. അപ്പോൾ തുടയിൽ അടിച്ചപ്പോൾ മരിക്കാനിടയായ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതിന് മുമ്പ് ഒരു വരം നമ്മുടെ ഗാന്ധാരി അദ്ദേഹത്തിന്റെ മകന് കൊടുത്തതും, പക്ഷെ അത് പൂർണ്ണമായിട്ടും മകനായ രീതിയിൽ ഒരുപക്ഷെ ആ തുട മറച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കൊല്ലാൻ സാധിക്കില്ലായിരുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മക്കളെ. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ പടക്കളത്തിൽ എങ്ങനെയാണ് ദുര്യോധനൻ തുട ചതഞ്ഞ് വീണ് മേലാകെ മണ്ണ് പുരണ്ട് ചുറ്റുപാട് നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ അയാളെ ഒടുക്കുമെന്ന് കാണുവാനായിട്ട് സഞ്ജയൻ അവിടെ വന്നു. സഞ്ജയൻ എന്ന് പറയുന്നത് നമ്മുടെ ധൃതരാഷ്ട്രരുടെ മന്ത്രിയാണ് കേട്ടോ. ധൃതരാഷ്ട്രരുടെ മന്ത്രി, അതായത് നമ്മുടെ ഈ ദുര്യോധനന്റെ അച്ഛന്റെ മന്ത്രിയാണ് സഞ്ജയ്. പേര് കണ്ട സഞ്ജയ്. അപ്പോൾ അയാളെ ഒടുക്കമെന്ന് കാണുവാനായി സഞ്ജയൻ അവിടെ വന്നു. ദുര്യോധനൻ പമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട് കണ്ണുകളിൽ കോപാശ്രു നിറഞ്ഞുകൊണ്ട് കൈ നിലത്തിട്ടുരച്ചുകൊണ്ട് മുടി ചിന്നുമാറ് തലയാട്ടിക്കൊണ്ടും പല്ലുറുമിക്കൊണ്ടും പറഞ്ഞു. എന്താണ് ആ ഒരു അവസാന സീൻ കാണാൻ വേണ്ടി ചെല്ലുമല്ലേ? ഇങ്ങനെ വീണ് കിടക്കുന്ന ഒരവസ്ഥ കാണാൻ വേണ്ടിയിട്ട് ചെല്ലുമല്ലേ? അപ്പോഴത്തേന് എന്താണ്, അപ്പൊ നമ്മുടെ കുരുക്ഷേത്രത്തിൽ തുട ചതഞ്ഞ് വീണ് കിടക്കുന്ന ആരെയാണ്? നമ്മളുടെ ദുര്യോധനനെ കാണാൻ വേണ്ടിയിട്ട് സഞ്ജയനാണ് ചെല്ലുന്നത്. അപ്പോൾ ആ സഞ്ജയൻ ചെല്ലുന്ന സമയത്ത്
ആ ദുര്യോധനന്റെ ദേഷ്യവും ഭാവങ്ങളൊക്കെയാണ് ആ കാണിക്കുന്നത്. എന്താണ് ആ വീണ് കിടക്കുന്ന ഒരു അവസ്ഥ, ദേഷ്യവും സങ്കടവും എല്ലാം ചേർന്നിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോഴേ പറയുന്നതാണ്. അപ്പോഴെന്താണ് അദ്ദേഹം എഴുന്നേറ്റ് നടന്നു പോകാനൊന്നും പറ്റുന്നില്ലല്ലോ, തുള ചതഞ്ഞ് കിടക്കുകയല്ലേ. അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ ദേഹത്ത് മൊത്തവും മണ്ണ് പുരണ്ട് ചുറ്റുപാട് നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ അയാളെ കൊടുക്കമെന്ന് കാണാൻ, എന്ന് വെച്ചാൽ മരിച്ചു പോകാൻ തുടങ്ങുകയാണ്. കാരണം കൊടുക്കമെന്ന് കാണാൻ വേണ്ടിയിട്ട് ആരാണ്? സഞ്ജയൻ ആരാന്ന് പറഞ്ഞു? ധൃതരാഷ്ട്രരുടെ മന്ത്രിയായിട്ടുള്ള സഞ്ജയൻ അവിടെ ചെല്ലുകയാണ്. അപ്പോഴെന്താണ് ദുര്യോധനൻ പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട്, അത്രയ്ക്കും ദേഷ്യം, പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട് കണ്ണുകളിൽ കോപാശ്രു, കണ്ണുകൾ എന്ന് വെച്ചാൽ ദേഷ്യം എന്നുള്ള അശ്രു എന്ന നീരാണ് അശ്രു എന്ന് പറയുന്നത്. അവിടെ കോപാശ്രു ദേഷ്യം വന്നിട്ടുണ്ട്. അവർ കണ്ണ് കോപാശ്രു നിറഞ്ഞുകൊണ്ട് കൈ നിലത്തിട്ട് ഉരച്ചുകൊണ്ട് മുടി ചിന്നുമാറ് തലയാട്ടിക്കൊണ്ടും പല്ലുറുമിക്കൊണ്ടും പറഞ്ഞു. ദേഷ്യപ്പെട്ട് അങ്ങ് സങ്കടവും ദേഷ്യവും ആകെക്കൂടി മൊത്തത്തിലുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് ആര്? കിടക്കുകയാണ് ആര്? നമ്മുടെ ദുര്യോധനൻ. എന്താണ് ഭീഷ്മർ, കർണൻ, ദ്രോണർ മുതലായവരൊക്കെ ഉണ്ടായിട്ടും, മുതലായവരെന്ന് വെച്ചാൽ എന്താണ് നല്ല വില്ലാളി വീരന്മാരായിട്ടുള്ള ആളുകളാണ് ആര്? ഭീഷ്മര്, കർണൻ, ദ്രോണർ, അത്രയും ആളുകൾ ഉണ്ടായിട്ടും 11 അക്ഷൗഹിണിപ്പട ഉണ്ടായിട്ടും 11 അക്ഷൗഹിണിപ്പട. അപ്പോൾ മൊത്തം എത്ര അക്ഷൗഹിണിപ്പട ഉണ്ടെന്നാണ് പറഞ്ഞത്? 18 അക്ഷൗഹിണിപ്പട ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ കൗരവരുടെ കൂട്ടത്തില് 11 അക്ഷൗഹിണിപ്പട. അതിന്റെ കണക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ മക്കളെ. ആ 11 അക്ഷൗഹിണിപ്പട ഉണ്ടായിട്ടും ഞാൻ ഈ നിലയിലായി. ഇത്രയും എല്ലാം ഉണ്ടായിട്ടും 11 അക്ഷൗഹിണിപ്പടയുണ്ട്. പിന്നെ അത് കൂടാതെ ഭീഷ്മർ, കർണൻ, ദ്രോണർ മുതലായവര് വില്ലാളി വീരന്മാരായിട്ടുള്ള ആളുകളെല്ലാം ഉണ്ടായിട്ടും ഞാൻ ഈ ഒരു നിലയിലായി. കാലത്തെ ആർക്കും കവച്ച് കിടക്കരുതല്ലോ. എന്താണ് കാലത്തെ ആർക്കും എന്ന് വെച്ചാൽ ആ സംഭവിക്കാനുള്ളത് സംഭവിച്ചല്ലോ. ആ ഒരു കാലത്തിന്റെ അതിന്റെ അപ്പുറം പോകാൻ വേണ്ടിയിട്ട് ആർക്കും പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ഞാനിവിടെ വീണ് കിടക്കണമെന്നുള്ളത് എന്റെ വിധിയാണ്, അത് മാറ്റാൻ ആർക്കും കഴിയില്ലല്ലോ. ഇനി എന്റെ പക്ഷത്തിൽ ബാക്കിയുള്ളവരോട് പറയണം, ഭീമൻ മുറ തെറ്റിച്ചാണ് എന്നെ വീഴ്ത്തിയതെന്ന്. ഭീമൻ അപ്പോൾ എന്റെ കൂടെ ഇനി ബാക്കിയുള്ള ആളുകളോട് പറയണം. അപ്പോഴും ഞാൻ മാത്രമല്ല ഇപ്പൊ മരിക്കുന്നുള്ളൂ, എന്റെ സൈന്യത്തിൽ കൂടെ ഉള്ള ആളുകളോട് പറയണം. എന്താണ് പറയുന്നത്? ഭീമൻ, ഞാൻ പറഞ്ഞില്ലേ ആരാണ്? നമ്മുടെ ദുര്യോധനന്റെ തുട ഗത കൊണ്ട് അടിച്ച് തകർത്തതാരാണ്? ഭീമനാണ്. ഭീമൻ. അപ്പോഴെന്താണ് പറയണം? ബാക്കിയുള്ളവരോട് പറയണം, ഭീമൻ മുറ തെറ്റിച്ചാണ് എന്നെ വീഴ്ത്തിയതെന്ന്. ഭീമൻ മുറ തെറ്റിച്ചാണ് എന്നെ വീഴ്ത്തിയതെന്ന്. ഇതൊന്നും മാത്രമല്ല, പല കടും കൈകളും പാണ്ഡവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, എന്റെ ഈ തുട അടിച്ച് പൊട്ടിച്ചത് മാത്രമല്ല, വേറെ പലതരത്തിലുള്ള കടുകൈകളും ആര് ചെയ്തിട്ടുണ്ട്? ഈ പാണ്ഡവർ ചെയ്തിട്ടുണ്ട്. അവർ അവയെ ചൊല്ലി സജ്ജനങ്ങൾക്കിടയിൽ നിർവേദം കൊള്ളും. എന്താണ് അവർ അവയെ ചൊല്ലി? സജ്ജനങ്ങൾ. അതെന്താണ്? ആ ഒരു എന്താണ് യുദ്ധധർമ്മം തെറ്റിച്ചാണ് അവര് യുദ്ധം ചെയ്തിരിക്കുന്നത്. വേറെ പല കടുങ്കൈകളും അവര് ചെയ്തിട്ടുണ്ട്. യുദ്ധധർമ്മം തെറ്റിച്ചിട്ടാണ് അവര് യുദ്ധം ചെയ്തിരിക്കുന്നത്. അവയെ ചൊല്ലി സജ്ജനങ്ങൾക്കിടയിൽ, നല്ല ആളുകൾക്കിടയിലാണ്, സജ്ജനങ്ങൾക്കിടയിൽ നിർവേദനം കൊള്ളും. നിർവേദനം ഒന്നിനോട് തുല്യമല്ല, തോതിലാണ് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്ന ആ നല്ല രീതിയിൽ യുദ്ധം ചെയ്തതെന്നൊക്കെയുള്ള അവരൊരു മറ്റു ജനങ്ങളോട് അവർ പറയും. അതാണ് നമ്മുടെ ദുര്യോധനൻ പറയുന്നത്. അധർമ്മം കൊണ്ട് ജയിച്ചിട്ട് ആർക്ക് സന്തോഷിക്കാൻ കഴിയും? അപ്പോഴവര് അധർമ്മത്തിലൂടാണ് ജയിച്ചിരിക്കുന്നത്. ആര്? പാണ്ഡവർ. അധർമ്മത്തിലൂടാണ് അവർ ജയിച്ചിരിക്കുന്നത്. എന്താണ് അധർമ്മം കൊണ്ട് ജയിച്ചിട്ട് ആർക്ക് സന്തോഷിക്കാൻ കഴിയും? ആ അധർമ്മം കൊണ്ട് ജയിച്ചിട്ട് ആർക്കാണ് സന്തോഷിക്കാൻ കഴിയുക? ആരവരെ അനുമോദിക്കും? അങ്ങനെ യുദ്ധം ജയിച്ചു വന്ന അവരെ ആരാണ് അനുമോദിക്കുക? ആരവർക്ക് അനുമോദനം കൊടുക്കും? ആശംസകൾ അർപ്പിക്കും, അനുമോദിക്കുക. തുട ചതഞ്ഞു വീണ എന്റെ തലയിൽ ഭീമൻ ചവിട്ടിയതിൽ കവിഞ്ഞ് ഒരു അത്ഭുതമുണ്ടോ? എന്താണ്? തുടയിൽ ഗത കൊണ്ട് അടിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ വീണ് കിടക്കുന്ന, തുട ചതഞ്ഞ് വീണ എന്റെ തലയിൽ ഭീമൻ ചവിട്ടിയതിൽ കവിഞ്ഞ് ഒരത്ഭുതമുണ്ടോ? അപ്പോഴെന്താണ്? തുടയിൽ അടിച്ചിട്ട് കഴിഞ്ഞു. എന്നിട്ട് എന്താണ്? യുദ്ധധർമ്മം അനുസരിച്ച് പിന്നീട് അദ്ദേഹത്തിന് ഉപദ്രവിക്കാൻ പാടുണ്ടോ? പാടില്ല. പക്ഷെ ഭീമൻ എന്ത് ചെയ്തു? ഭീമൻ തലയിൽ ചവിട്ടി.
ദുര്യോധനന്റെ തലയിൽ ഭീമൻ ചവിട്ടിയതിൽ കവിഞ്ഞ് ഒരു അത്ഭുതമുണ്ടോ? അത്രയും ഒരു നീച പ്രവൃത്തിയല്ലേ ഭീമൻ ചെയ്തത്? ആണ്. എന്താണ്? തുടച്ചതഞ്ഞ് വീണ് കിടക്കുന്ന ആളിനെ തലയിൽ ചവിട്ടിയിരിക്കുന്നു അല്ലെ? ഒരു അത്ഭുതമുണ്ടോ? ബന്ധുക്കൾക്കിടയിൽ പ്രതാപത്തോടും സ്ത്രീയോടും കൂടിയിരിക്കുന്ന ഒരുവനോടാണ് ഒരാൾ ഇത് ചെയ്തതെങ്കിൽ ബഹുമാനിക്കാമായിരുന്നു. എന്താണ് പറയുന്നത്? ബന്ധുക്കളുടെ ഇടയിൽ പ്രതാപത്തോടും ബന്ധുക്കളുടെ ഇടയിൽ പ്രതാപത്തോടും സ്ത്രീ എന്ന് പറയുന്നത് എന്താണോ? ഐശ്വര്യത്തിനാണ് നമ്മൾ സ്ത്രീ എന്ന് പറയുന്നത് കേട്ടോ. ആ സ്ത്രീയോടും കൂടി ഇരിക്കുന്ന ഒരുവനോടാണ് ഒരാൾ ഇത് ചെയ്തതെങ്കിൽ ബഹുമാനിക്കാമായിരുന്നു. അപ്പോഴെന്താണ്? അങ്ങനെയുള്ളൊരു വളരെ പ്രതാപത്തോടു കൂടിയും വളരെ ഐശ്വര്യത്തോടും കൂടി ഇരിക്കുന്ന ഒരാളാണ് അത് ചെയ്തതെങ്കിൽ നമുക്ക് ബഹുമാനിക്കാമായിരുന്നു. എന്റെ അമ്മമാർ ദുഃഖിക്കുമ്പോൾ യുദ്ധധർമ്മം അറിയുന്ന അവരോട് ഞാൻ പറഞ്ഞതായി പറയണം. കഷ്ടം അല്ലേ? എന്റെ അച്ഛനും അമ്മയും ആരാണ്? നമ്മുടെ ഇദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും പറയുന്നുണ്ടല്ലോ. ആ അച്ഛനും അമ്മയും എന്താണ്? നമ്മുടെ ഗാന്ധാരി എന്താണ്? ആ പാവല്ലേ, കണ്ടുപോലും കാണാൻ വയ്യാത്ത ആ ഗാന്ധാരിയും ധൃതരാഷ്ട്രരും അവരെന്താണ് ദുഃഖിക്കുമ്പോൾ അവരെങ്ങനെയാണ് ദുഃഖിക്കുന്നത്? മകൻ മരിച്ച വിഷമം, യുദ്ധത്തിൽ പരാജയപ്പെട്ട ആ ഒരു ദുഃഖത്തിൽ ഇരിക്കുന്ന സമയത്ത് കണ്ടോ? എന്റെ അച്ഛനമ്മമാർ ദുഃഖിക്കുമ്പോൾ യുദ്ധധർമ്മം അറിയുന്ന അവരോട് ഞാൻ പറഞ്ഞതായി പറയണം. അവർക്ക് എല്ലാവർക്കും യുദ്ധധർമ്മം അറിയാം. എന്താണ് യുദ്ധധർമ്മം? ഒരാള് അപകടം പറ്റി വീണ് കിടക്കുന്ന ആളിനെ പിന്നീട് ഉപദ്രവിക്കരുത്. നേർ നിന്നും മാത്രമേ യുദ്ധം ചെയ്യാവൂ. ഒരേ ആരോഗ്യസ്ഥിതിയിൽ ഇരിക്കുന്ന ആളുകൾ തമ്മിലെ യുദ്ധം ചെയ്യാവൂ. ഒരിക്കലും രഹസ്യമായിട്ട് പോയി ഉപദ്രവിക്കരുത്. അങ്ങനെ ഒരുപാട് യുദ്ധധർമ്മങ്ങൾ നമ്മൾ ആദ്യം പഠിച്ചില്ലേ? അതാണ്. അപ്പോൾ അത് നന്നായിട്ട് അറിയാവുന്ന അച്ഛനും അമ്മയുമാണ് ആർക്കുള്ളത്? അദ്ദേഹത്തിന് ആ ദുര്യോധനന്റെ അച്ഛനും അമ്മയും യുദ്ധധർമ്മം നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ്. ആ അച്ഛനും അമ്മയും ഇരിക്കുമ്പോൾ യുദ്ധധർമ്മം അറിയാവുന്ന അവരോട് ഞാൻ പറഞ്ഞതായിട്ട് പറയണം. ഞാൻ യജ്ഞം ചെയ്തു, ഭരിക്കേണ്ടവരെ ഭരിച്ചു, ഭൂമി അടക്കി വാണു, ശത്രുക്കളുടെ തലയിൽ കാൽ വച്ചു. ആർക്കുള്ളൂ എന്റേതിനേക്കാൾ നല്ല അവസാനം? എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ യജ്ഞം ചെയ്തു, ഭരിക്കേണ്ടവരെ ഭരിച്ചു, ഭൂമിയടക്കി വാണു, ശത്രുക്കളുടെ തലയിൽ കാൽ വച്ചു. ആർക്കുള്ളൂ എന്നതിനേക്കാൾ നല്ല അവസാനം? എന്നേക്കാൾ നല്ലൊരു അവസാനം. ഞാൻ ഇത്രയും നല്ലതായിട്ട് ഭൂമിയിൽ ഭരിച്ചു, എല്ലാവരെയും അടക്കി വാണ്ടുന്ന ഞാനാണ്. ഇതിനേക്കാൾ നല്ലൊരു അവസാനം വേറെ ആർക്കും കിട്ടാനില്ല. അദ്ദേഹം പറയുകയാണ്, അച്ഛന്റെ അമ്മയുടെ കൂടെ പറയാൻ വേണ്ടി പറയുകയാണ്. ആരുടെ കൂടാണ് പറയുന്നത്? സഞ്ജയന്റെ കൂടെ. അദ്ദേഹത്തിന്റെ അച്ഛന്റെ മന്ത്രിയാണ് സഞ്ജയൻ. ഓക്കെ മക്കളെ. പ്രധാനരായ രാജാക്കളുടെ മേൽക്കോയ്മ നടത്തി. കണ്ടോ? പ്രധാനരായ രാജാക്കളുടെ മേൽക്കോയ്മ നടത്തി. സുദുർലഭമായ മാനം നേടി. സുദുർലഭമായ ആ ഒരു ഇഷ്ടം പോലുള്ള ഒരു അഭിമാനം, അന്തസ്, ആ ഒരു അന്തസ് നേടി. ലക്ഷണമൊത്ത കുതിരകളിൽ യാത്ര ചെയ്തു. ഏറ്റവും ലക്ഷണമൊത്ത കുതിരകൾ. നമ്മള് ആനയുടെ ലക്ഷണമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. നമ്മളിപ്പോ ഉത്സവത്തിനൊക്കെ കൊണ്ടുവരുമ്പോഴത്തേനും പാമ്പാടി രാജൻ അങ്ങനെയൊക്കെ ഭയങ്കര പേരുകൾ പറഞ്ഞുള്ള ലക്ഷണമൊത്ത ആനകൾ വരുന്നുണ്ടല്ലോ. ഗുരുവായൂർ കേശവനായിരുന്നു ഏറ്റവും ലക്ഷണമൊത്ത ആന. അതുപോലെ ഏറ്റവും ലക്ഷണമൊത്ത കുതിരകളുണ്ട്. കുതിരകൾക്ക് ലക്ഷണം അനുസരിച്ച് ഒരുപാട് രീതിയിലുള്ള കുതിരയുടെ ശരീരത്തിനനുസരിച്ച് ലക്ഷണം പറയാൻ പറ്റും. അങ്ങനെ ലക്ഷണമൊത്ത കുതിരകളിൽ യാത്ര ചെയ്തു. ആർക്കുള്ളൂ എന്റേതിനേക്കാൾ നല്ല അവസാനം? എന്റേതിനേക്കാൾ നല്ലൊരു അവസാനം വേറെ ആർക്കാണ് ഉണ്ടാവുക? ഭാഗ്യവശാൽ ഞാൻ ശത്രുക്കൾക്ക് കീഴടങ്ങിയിട്ടല്ല അവർ ജയിച്ചത്. ഭാഗ്യവശാൽ എന്റെ വിപുലമായ ഐശ്വര്യം ഞാൻ മരിച്ചിട്ടാണ് അന്യനിലേക്ക് ചെല്ലുന്നത്. എന്താണ്? ഞാൻ ഒരിക്കലും ശത്രുവിന് കീഴടങ്ങിയല്ല ഞാൻ മരിച്ചത്. ശത്രുവിന് കീഴടങ്ങിയിട്ടല്ലോ, അല്ല, ശത്രുവിന് കീഴടങ്ങിയല്ല മരിച്ചത്. കീഴടങ്ങിയിട്ടല്ല അവർ ജയിച്ചത്. ഞാൻ ശത്രുവിന് കീഴടങ്ങി കൊടുത്തിട്ടല്ല അവർ ജയിച്ചത്. ഭാഗ്യവശാൽ എന്റെ വിപുലമായ ഐശ്വര്യം ഞാൻ മരിച്ചിട്ടാണ് അന്യനിലേക്ക് ചെല്ലുന്നത്. എന്റെ ഈ വിപുലമായ ഐശ്വര്യം ഞാൻ മരിച്ചിട്ടാണ് അന്യനിലേക്ക് ചെല്ലുന്നത്. ഉറങ്ങുമ്പോഴോ ഓർക്കാപ്പുറത്തോ കൊല്ലുമ്പോഴാണ്. എന്താണ്? ഉറങ്ങുമ്പോഴോ
ഓർക്കാപ്പുറത്തോ, ഉറങ്ങിക്കിടക്കുന്ന സമയത്തോ ഓർക്കാപ്പുറത്തോ കൊല്ലും പോലെയാണ്. വിഷം തന്ന് കൊല്ലും പോലെയാണ് എന്നെ കൊന്നത്. വിഷം തന്ന് കൊല്ലും, ഉറങ്ങുമ്പോൾ ചെന്ന് കൊല്ലുന്നവരോ അതുപോലെ, ഇല്ലെങ്കിൽ എന്താണ് ഓർക്കാപ്പുറത്ത് കൊല്ലും പോലെയാണ്, ഇല്ലെങ്കിൽ എന്താണ് വിഷം തന്ന് കൊല്ലും പോലെയാണ് എന്നെ കൊന്നത്. അശ്വത്ഥാമാവിനോടും കൃതവർമ്മരോടും കൃപരോടും പറയണം, നിങ്ങൾ പലതവണ അധർമ്മം ചെയ്ത പാണ്ഡവരെ വിശ്വസിച്ചു പോകരുതേ. തുടർന്ന് ദുര്യോധൻ ആളുകളോടായി പറഞ്ഞു. അപ്പോഴെന്താണ് ദുര്യോധനൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് വിങ്ങിപ്പൊട്ടുന്ന സങ്കടം, അതാണ് ഒരു കോപാഗ്നിയായിട്ട് പുറത്ത് ജ്വലിച്ച് സഞ്ജയനോട് പറയുന്നത്. സഞ്ജയനാണ് അദ്ദേഹത്തിന്റെ ധൃതരാഷ്ട്രയുടെ അച്ഛനായ ധൃതരാഷ്ട്രയുടെ മന്ത്രിയാണ് സഞ്ജയൻ. അപ്പോൾ ആ സഞ്ജയനോട് പറയുന്നതാണ് എന്താണ്, പാണ്ഡവർ ചതിച്ചതാണ് എന്നെ, അല്ലെ? യുദ്ധധർമ്മം അനുസരിച്ചല്ല അവർ യുദ്ധം ചെയ്തത്. അവർ ധർമ്മം അനുസരിച്ചല്ല അവർ യുദ്ധം ചെയ്തത്. അവരെന്ത് ചെയ്തു? ചതിച്ചതാണ്. എങ്ങനെയാണ് ചതിച്ചത്? എന്താണ്, ഉറങ്ങുമ്പോഴോ ഓർക്കാപ്പുറത്തോ കൊല്ലും പോലെയാണ്, അല്ലെങ്കിൽ വിഷം തന്ന് കൊല്ലും പോലെയാണ് എന്നെ ഭീമൻ ചതിച്ചത്. പിന്നെന്താണ്, അച്ഛന്റെ അമ്മയുടെയും കൂടെ പറയുന്നുണ്ടല്ലോ, ഒരിക്കലും ഞാൻ യുദ്ധധർമ്മം അനുസരിച്ചാണ് ഞാൻ യുദ്ധം ചെയ്തത്, എന്നെ പരാജയപ്പെടുത്തിയതല്ല, ചതിവിലൂടെ കൊല്ലുകയാണെന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞേൽപ്പിച്ചില്ലേ? എന്താണ്, ഞാൻ യജ്ഞം ചെയ്തു, ഭരിക്കേണ്ടവരെ ഭരിച്ചു, ഭൂമി ഇടക്കി വാണു, ശത്രുക്കളുടെ തലയിൽ കാൽ വെച്ചു, ആർക്കുമുള്ളൂ എന്റേതിനേക്കാൾ നല്ല അവസാനം. അത്രയും വളരെ നല്ല രീതിയിൽ ജീവിച്ചിട്ടാണ് ഞാൻ മരണത്തിന് കീഴടങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് അച്ഛനും അമ്മയും ഒട്ടും വിഷമിക്കേണ്ട എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ദുര്യോധനൻ ഇവിടെ പറയുന്നത്, സഞ്ജയനോട് പറയുന്നത്. നോക്കിയേ മക്കളെ, നിങ്ങൾ പലതവണ അധർമ്മം ചെയ്ത് പാണ്ഡവരെ വിശ്വസിച്ചു പോകരുത്. പലതവണ അധർമ്മം ചെയ്യുന്നതാണ് പാണ്ഡവർ. അവരെ ഒരിക്കലും വിശ്വസിച്ചു പോകരുതേ. തുടർന്ന് ദുര്യോധനൻ ആളുകളോടായി പറഞ്ഞു, അവിടെ കൂടിയിരിക്കുന്ന ആളുകളോടായിട്ട് ദുര്യോധനൻ പറഞ്ഞു, ഞാൻ എനിക്ക് വേണ്ടി മരിച്ചവരുടെ ഒപ്പമെത്താൻ വെമ്പുകയാണ്. ഞാൻ എനിക്ക് വേണ്ടി മരിച്ചവരുടെ ഒപ്പം എത്താൻ വെമ്പുകയാണ്. എന്ന് വെച്ചാൽ യുദ്ധ സമയത്ത് ഒരുപാട് ആളുകൾ മരിച്ചു പോയില്ലേ? അപ്പോഴെന്താണ്, യുധിഷ്ഠിരന് വേണ്ടിയിട്ട് ദുര്യോധനന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത് മരിച്ച ആളുകളാണ്. അവരുടെ കൂടെ എത്താൻ വേണ്ടിയിട്ട്, അവരുടെ ഒപ്പം എത്താൻ വെമ്പുകയാണ്. എന്റെ സഹോദരി ദുശ്ശള, അവളുടെ ഭർത്താവും സഹോദരന്മാരും മരിച്ചത് കേട്ട് കരഞ്ഞ് എന്താവോ ആവോ കഷ്ടം, അല്ലെ? ഈ ഒരു മരണസമയത്തും തന്റെ പെങ്ങൾ, ആ 101ാമത്തെ സഹോദരി, അല്ലെ? ഇവരുടെ 100 പേരുടെയും കൂടെ ഒരു ഒറ്റ പെങ്ങളല്ലേ ഉള്ളൂ. ആ സഹോദരിയുടെ ഭർത്താവ് യുദ്ധത്തിൽ മരിച്ചു. പിന്നെന്താണ്, കുറെ സഹോദരങ്ങൾ യുദ്ധത്തിൽ മരിച്ചു. അപ്പോൾ ആ സഹോദരങ്ങളും ഭർത്താവും മരിച്ചത് കേട്ട് കരഞ്ഞ് എന്താവുമോ എന്തോ. ആ ഒരു അവസാന നിമിഷം, ഒരു സഹോദരൻ മരിക്കാൻ കിടക്കുന്ന നിമിഷവും സഹോദരന്റെ മനസ്സിന് ആ ഒരു വിഷമം കണ്ടോ? തന്റെ സഹോദരി, ഭർത്താവ് മരിച്ചതും ബാക്കി സഹോദരങ്ങൾ മരിച്ചതും അറിഞ്ഞ് എങ്ങനെ സഹിക്കുന്നുവോ എന്തോ, അല്ലെ? ആ ഒരു നമ്മുടെ ഭാരതത്തിന്റെ സഹോദര സ്നേഹത്തിന്റെ ഉദാഹരണമാണിത് കേട്ടോ. ആ ഒരു സഹോദര സ്നേഹം വേറെ ഒരു രാജ്യത്ത് ചെന്നാല് ഇത് കാണാൻ കിട്ടില്ല. നമ്മുടെ ഭാരതത്തിലാണുള്ളത്. അതിനൊക്കെ നമ്മൾ അഭിമാനിക്കണം, നമ്മൾ ഓരോ ഭാരതീയനായതിന്. ഓക്കെ, നോക്കിയ മക്കളെ, കേട്ട് കരഞ്ഞ് എന്താവുമോ ആവോ. മക്കളുടെയും അവരുടെ മക്കളുടെയും ഭാര്യമാരോടുകൂടി എന്റെ അച്ഛനും അമ്മയും എങ്ങനെ കഴിഞ്ഞുകൂടുമോ ആവോ. എന്താണ് പിന്നെ ചിന്തിക്കുകയാണ്, മക്കളുടെയും അവരുടെ മക്കളുടെയും ഭാര്യമാരോടും കൂടി. അപ്പോഴെന്താണ്, മക്കളുടെയും അവരുടെ മക്കളുടെയും അവരുടെയും ഭാര്യമാരോടുകൂടി ഭാര്യമാരോടുകൂടി എന്റെ അച്ഛനും അമ്മയും എങ്ങനെ കഴിഞ്ഞുകൂടുമോ ആവോ. ആ അച്ഛനും അമ്മയും മക്കൾ മരിച്ചു, അവരുടെ കൊച്ചു ചെറുമക്കളുണ്ട്, അവരുടെ ഭാര്യമാരൊക്കെ ഉണ്ട്, അവരോടും കൂടി എങ്ങനെ കഴിഞ്ഞുകൂടുമോ ആവോ. തീർച്ചയായും ലക്ഷണന്റെ അമ്മ, ലക്ഷണൻ എന്ന് പറയുന്നത് ദുര്യോധനന്റെ മകന്റെ പേരാണ് ലക്ഷണൻ. തീർച്ചയായും ലക്ഷണന്റെ അമ്മ, ഭർത്താവും മകനും മരിച്ചതിനാൽ പെട്ടെന്ന് മരിച്ചു പോകും. കഷ്ടം. ഈ ദുര്യോധനന്റെ ഭാര്യയുടെ ഒരവസ്ഥ പറയണം. ഭാര്യയുടെ ഭർത്താവും മരിച്ചു, പുത്രനും മരിച്ചു. ദുര്യോധനൻ മരിച്ചു, അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള ലക്ഷണനും മരിച്ചു. ആ മരിച്ചതിനാൽ ഈ
ഭാര്യ ദുഃഖം സഹിക്കാനാവാതെ പെട്ടെന്ന് മരിച്ചു പോകും. പുണ്യവും ത്രൈലോക്യ പ്രസിദ്ധവുമായ സമന്തക പഞ്ചകത്തിൽ കിടന്ന് മരിക്കുകയാൽ ഞാൻ ശാശ്വത ലോകങ്ങൾ നേടും. എന്താണ് അദ്ദേഹം പറയുന്നത്? ആ പുണ്യവും വളരെ പുണ്യമായിട്ടുള്ള ത്രൈലോക പ്രസിദ്ധവും, ത്രൈലോക പ്രസിദ്ധം എന്ന് വെച്ചാൽ ത്രിലോകങ്ങളിലും പ്രസിദ്ധമായിട്ടുള്ള, 3 ലോകങ്ങളിലും പ്രസിദ്ധമായിട്ടുള്ള ആ സമന്ത പഞ്ചകത്തിൽ കിടന്ന് ആ മരിക്കുന്നതാണ്. സമന്ത പഞ്ചകത്തിൽ കിടന്നാണ് നമ്മുടെ ദുര്യോധനൻ മരിക്കുന്നത്. ആ സമന്ത പഞ്ചകത്തിൽ കിടന്ന് മരിക്കുകയാൽ ഞാൻ ശാശ്വത ലോകങ്ങൾ നേടും. ആ സ്ഥിരമായിട്ടുള്ളൊരു ലോകം, അതായത് അദ്ദേഹത്തിന് ഒരു സ്വർഗപ്രവേശനം ലഭിക്കും അല്ലെ. എന്താണ്? അദ്ദേഹം ഒരിക്കലും കളവിലൂടെയും ചതിയിലൂടെയും അല്ല യുദ്ധം ചെയ്തിരിക്കുന്നത്. ശരിയായിട്ടുള്ള ധർമ്മം അനുസരിച്ചാണ് അദ്ദേഹം യുദ്ധം ചെയ്തത്. പിന്നെന്താണ്? എല്ലാവരോടും വളരെ സ്നേഹത്തോടു കൂടിയും കരുതലോടും കൂടിയാണ് അദ്ദേഹം പെരുമാറിയിരുന്നത് അല്ലെ. അദ്ദേഹം ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു സ്വർഗം തന്നെ കിട്ടുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അപ്പോൾ എന്താണ്? അദ്ദേഹം ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല, ധർമ്മയുദ്ധം നടത്തിയ ആളാണ് അദ്ദേഹം. ഒരിക്കലും അദ്ദേഹത്തിന് അതുകൊണ്ട് എന്താണ് നരകത്തിൽ പോകാനുള്ള ഒരു അവസരം കിട്ടത്തില്ല. അദ്ദേഹത്തിന് എന്താണ് ആ ശാശ്വത ലോകങ്ങൾ അദ്ദേഹം നേടുകയാണ്. അപ്പോഴെന്താണ് സഞ്ജയനോട് പറയുന്ന കാര്യങ്ങളാണ്. അച്ഛനെ അമ്മയും പറഞ്ഞ് ദുഃഖിക്കുന്ന അച്ഛനെ അമ്മയും പറഞ്ഞേൽപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് എന്താണ് തന്റെ സഹോദരിയുടെ അവസ്ഥ എന്താണ്? ആ പുത്രനും മരിച്ചു, പുത്രന്റെ കാര്യം പറയുന്നില്ല മക്കളെ, ഭർത്താവും മരിച്ചു, സഹോദരങ്ങളും മരിച്ചു. അവൾ എങ്ങനെ ആ ഒരു ദുഃഖം സഹിക്കും? പിന്നെ എന്റെ ഭാര്യയാണെങ്കിൽ പോലും എന്താണ്, എന്റെ പുത്രനും മരിച്ചു, ഞാനും മരിക്കാൻ പോവുകയാണ്. ആ ഭാര്യ എങ്ങനെ സഹിക്കും? അവൾ അത്രയും ദുഃഖമൊന്നും സഹിക്കാനുള്ള ശേഷി ഇല്ല. അതുകൊണ്ട് അവളും പെട്ടെന്ന് ആ ഒരു ഹൃദയം പൊട്ടി മരിച്ചു പോകും. പിന്നീട് എന്താണ് അച്ഛൻ്റെ അമ്മയോട് പറയുന്നത്? ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ധർമ്മയുദ്ധമാണ് നടത്തിയത്. മാത്രമല്ല എന്താണ് ആ ത്രൈലോക പ്രസിദ്ധമായിട്ടുള്ള സമന്ത പഞ്ചകത്തിൽ കിടന്നാണ് ഞാൻ മരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് എനിക്ക് ശാശ്വത ലോകങ്ങൾ നേടും. ഇത്രയും ഭാഗം നമുക്ക് പഠിച്ചു നിർത്താം. അപ്പോൾ മനസ്സിലായല്ലോ എന്തൊക്കെയാണ് ഇത് സംഭവിക്കുന്ന കാര്യങ്ങളെന്ന്. എന്താണ് നമ്മുടെ മഹാഭാരത യുദ്ധത്തിന്റെ ഏകദേശം മനസ്സിലായോ? അപ്പോൾ പാണ്ഡവരെ എന്താണ് ഇതിൽ പാണ്ഡവർ കൂടുതലും എന്താണ് ചതിയിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നു എന്നാണ് നമ്മൾ ഈ പാഠഭാഗത്ത് നിന്ന് മനസ്സിലാക്കിയത് അല്ലെ. ശരിക്കും യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ? എന്താണ് നമുക്ക് ബാക്കി ഭാഗം കൂടി പഠിച്ചിട്ട് വേണം അതിനെപ്പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, നന്നായിട്ട് വായിച്ച് പഠിക്കണം. ഓക്കെ ചിൽഡ്രൻ, ബൈ.